ഇതുണ്ടോ, നമ്മളെവിടെ ചെന്നാലും നമ്മുടെ നാട്ടുകാർ. അല്ലുകുട്ടൻ. ചേട്ടായിയുടെ പേര് എങ്ങനെയാ? രജീഷ്. ഓക്കെ. യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വഴിയോര കാഴ്ചകൾ വ്ലോഗിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനുള്ളത് നെന്മാറ, പാലക്കാടാണ് കേട്ടോ. നെന്മാറ വേല കാണാനുള്ള ഒരു യാത്രയിലാണ്. ഇപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടോ, ഇപ്പോൾ ഇത് നമ്മുടെ നെന്മാറ സ്റ്റാൻഡാണ്, ബസ് സ്റ്റാൻഡാണ് കേട്ടോ, പ്രൈവറ്റ് സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റൂട്ടനെ ഇവിടെ വെച്ച് ഈ സൈഡിൽ ഒതുക്കി. അപ്പോൾ അവിടെ 2-3 വണ്ടി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഏകദേശം 100 മീറ്റർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്, നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലോട്ട്. നമ്മൾ ഈ വഴിയാണ് വന്നത്. ഉണ്ടോ, ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം നെന്മാറ. നല്ല തിരക്കാണ് കേട്ടോ ഇന്ന്. റോഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലുള്ള കടകളൊക്കെ കേട്ടോ, ഹലുവ, പൊരി സാധനങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ടോയ്സ് ഷോപ്പുകളൊക്കെ. അപ്പോൾ നമ്മൾ ഈ തുടക്കം തന്നെ, നമ്മുടെ ഈ നടപ്പിൻ്റെ തുടക്കം തന്നെ ഒരു ഉത്സവ പ്രതീതിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഹായ്, നല്ല തിരക്കും നല്ല പൊടിയും. ഇപ്പോൾ ഈ നടന്നു വരുന്ന വഴി തന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാട്ടോ ഈ ക്ഷേത്രത്തിലോട്ടുള്ള വഴി. മുല്ലപ്പൂ കച്ചവടങ്ങൾ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അമ്പലത്തിലോട്ട് പോകുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് പോലീസ് എയ്ഡ് പോസ്റ്റ് കേട്ടോ. നേരെ നമ്മളിനി അമ്പലത്തിൻ്റെ പോലെ. ഇപ്പോൾ നമ്മൾ കയറി വരുന്ന വഴി തന്നെ ഈ ഗോപുരം, എന്താണ് പറയുക, ഗോപുരം എന്ന് പറയാം, പന്തലെന്ന് പറയാം, കവാടം എന്ന് പറയാം. സംഭവം നല്ല ഭംഗിയാണ് കേട്ടോ ഇപ്പോൾ തന്നെ കാണാൻ. അപ്പോൾ ഇത് രാത്രിയിൽ ഇതിൻ്റെ ഇലുമിനേഷൻ വർക്കൊക്കെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സംഭവം കാണാനായിട്ട്. ഇത് നെന്മാറ ദേശത്തിൻ്റെ കേട്ടോ ഇത്. അതുപോലെ തന്നെ ആ സൈഡിലായിട്ട് നെന്മാറ വെല്ലങ്ങി ആ ദേശത്തിൻ്റെ ഒരു ഇതേപോലുള്ള തന്നെ ഒരു സംഭവം കൂടിയുണ്ട്. കറക്റ്റ് എനിക്കതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 2 മുഴം 50, 4 മുഴം 100. ആ, മുല്ലപ്പൂ കച്ചവടമാണ് കേട്ടോ ഇവിടെ ചേട്ടായി. നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. ഇതിൻ്റെ ബോർഡ് സംഭവങ്ങളൊക്കെ കാണാം. നമ്മുടെ ചെരുപ്പ് എന്തൊക്കെയാലും ഇവിടെ ഊരിയിട്ടിട്ട് പോകും. വരുമ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ക്ഷേത്രക്കുളം കാണുന്നത്. അല്ലേ, ആ ബലിയോടൊന്നും ഇത്രയും നിൽക്കില്ല. നമ്മൾ നെന്മാറ ദേശത്തിൻ്റെ ആ പന്തലിൻ്റെ അവിടുന്ന് നേരെ ഇത് കണ്ടോ, വെല്ലങ്ങി ദേശത്തിൻ്റെ ആ പന്തലിൻ്റെ സൈഡിലോട്ട് നമ്മൾ നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുക്കായിട്ടുള്ള ആ ഒരു പാടത്താണ് ഇവിടെ വെടിക്കെട്ട് നടക്കുന്നത്. വൈകിട്ട് 6:30-ക്കാണ് ഇവിടെ വെടിക്കെട്ട്. അതുപോലെ തന്നെ പുലർച്ചെ. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയാണ്, രാവിലെ 9 മണിയാണ്. അപ്പോൾ നമ്മളെന്തൊക്കെയായാലും വൈകിട്ട് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. അതിനായിട്ടാണ് വന്നത് ഇവിടെ, വെടിക്കെട്ട് കാണാനായിട്ട്. അപ്പോൾ അതുവരെ നമ്മുടെ സമയം എങ്ങനെയെങ്കിലുമൊക്കെ കളയണം. പാടത്തൊക്കെ വെള്ളമുണ്ട് കേട്ടോ. നമ്മൾ ഈ പാടത്തൊക്കെ നിന്ന് ഈ വെടിക്കെട്ട് കാണാനാണെങ്കിൽ ഇത് കണ്ടില്ല, ഇതുപോലെ ചതുപ്പ് സ്ഥലമാണ്, ഡേഞ്ചറാണ് ഇവിടെയൊക്കെ നിന്ന് കാണല്. പിന്നെ അതിനപ്പുറത്തുള്ള പാടമൊക്കെ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ആ സൈഡിലായിട്ടൊരു മല കാണാം കേട്ടോ.
ആ മലയുടെയൊക്കെ മുകളിൽ നിന്നാൽ നമുക്ക് ഈ വെടിക്കെട്ട് അതിൻ്റെ ഒരു വ്യൂ കിട്ടുമായിരിക്കും. അതോ ആ മലയിൽ കയറാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാനിവിടെ കണ്ടപ്പോൾ പറഞ്ഞൊരു കാര്യം അത്രേ ഉള്ളൂ. നമുക്ക് ആ വെടിക്കെട്ടൊക്കെ നിറയ്ക്കുന്ന ആ സ്പോട്ടിലൊന്ന് പോവാവേ. അവിടെയാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ്, നമ്മൾ ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലെഫ്റ്റ് സൈഡ് വെല്ലങ്ങി ദേശം. അപ്പോൾ അവിടുത്തെ വെടിക്കെട്ടിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അവരുടെ വെടിക്കെട്ട് ഇവിടെയാണ്. അതുപോലെ തന്നെ നെന്മാറയുടെ വെടിക്കെട്ടെന്ന് പറയുന്നത് ഈ സൈഡിലാണ്. നെന്മാറ ദേശത്തിൻ്റെ അതുണ്ടോ, ആ സൈഡിൽ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഉണ്ടോ, ഇതാണ് വെല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ട്. വൈകിട്ട് 6:30 വരെയും കാത്തിരിക്കണം ഇത് പൊട്ടാനായിട്ട്. അപ്പോൾ അതുവരെ നമ്മളിവിടെ ഉണ്ടാവും. അപ്പോൾ ഈ വെല്ലങ്കി ദേശത്തിൻ്റെ കൂട്ട് നടക്കുന്നത് ഈ ഒരു സ്പോട്ടാണ് കേട്ടോ, ഈ നേരെ കാണുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടെന്ന് പറഞ്ഞാൽ അതായത് ഒരു 200 മീറ്റർ ദൂരെ നിന്ന് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് പൊട്ടി വന്ന് ലാസ്റ്റ് ഇവിടെ വന്നാണ് എല്ലാം കൂടി തകർക്കുന്നത്. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതുണ്ടോ, അവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ ഒരു ചിറയുണ്ട്, നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം. ഈ നെന്മാറ ദേശത്തിൻ്റെ ഭാഗത്ത് ഇതുണ്ടോ, കുറ്റിയൊക്കെ അടിക്കുന്നതേ ഉള്ളൂ. അവിടെ വെല്ലങ്കി ദേശക്കാർ ഉണ്ടോ, അവിടെ എല്ലാം നിരത്തി തുടങ്ങി. അപ്പോൾ രണ്ടുപേരും കൂടി നല്ല എന്താ പറയുക, വിസ്ഫോടനമായിരിക്കും ഇവിടെ. എന്തൊക്കെയാലും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വെടിക്കെട്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടല്ലേ. അപ്പോൾ അത് കാണാനുള്ള ഒരു ആകാംക്ഷയിൽ അങ്ങനെ നിൽക്കുവാണ്. രാത്രിയിൽ എന്ത് ഭംഗിയായിരിക്കുമെന്നോ അതിന്, ആ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും. ഇതുണ്ടോ, നമ്മളെവിടെ ചെന്നാലും നമ്മുടെ നാട്ടുകാർ. അല്ലുകുട്ടൻ ചേട്ടായിയുടെ പേര് എങ്ങനെയാ? രജീഷ്. ഓക്കെ, ഇപ്പോൾ സമയം 10 മണിയായി. വൈകിട്ട് 6:30 ആവും ഇവിടെ വെടിക്കെട്ട് തുടങ്ങാനായിട്ട്. നല്ല ചൂട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സമയം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ചിലവഴിച്ചിട്ട് നമുക്ക് വൈകിട്ട് വരാം. അതായിരിക്കും ബെറ്റർ. ഓക്കെ.